ഹായ്, ഞാൻ നിങ്ങളുടെ രമ ചേച്ചി. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു വെറൈറ്റി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അച്ചാറാണ്. കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ എപ്പോഴും എടുത്ത് കഴിക്കും. എന്താണ് അച്ചാർ ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ നെല്ലിക്ക, മധുര നെല്ലിക്ക അച്ചാർ. നെല്ലിക്ക കൊണ്ടുള്ളൊരു അച്ചാറാണ്. ഇതാണ് 1/2 കിലോ നെല്ലിക്ക, വലിയ നെല്ലിക്കയാണ്. ഇതിനെ നമുക്ക് കഷ്ടിച്ചെടുക്കണം. ഇത് കുരു ഞാൻ കളയുന്നില്ല. കുരു കൂടി എന്ന് വെച്ചാൽ കൊച്ചു മക്കളൊക്കെ എടുത്ത് ചവയ്ക്കുമ്പോൾ അവർക്ക് കുരു നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുരു കളയുന്നില്ല. എണ്ണ ഉപയോഗിക്കില്ല. എണ്ണ ഇല്ലാതെ ചെയ്യുന്ന ഒരു അച്ചാറാണിത്. ഇതേപോലെ കഷ്ടിച്ചെടുക്കണം. സ്റ്റവ് കത്തിക്കുക. പാൻ ചൂടായി. ഇനി നമുക്ക് മുറിച്ച് വെച്ചിരുന്ന നെല്ലിക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരു ഇടത്തരം കഷ്ണം ശർക്കരയാണ് ഉരുക്കിയെടുത്തത്. അത് ഇതിൽ കിടന്ന് ഈ നെല്ലിക്കയിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഈ നെല്ലിക്കയിൽ ഇതെല്ലാം വെന്ത് വറ്റി വരണം. മധുരവും ഉണ്ട്, പുളിയുണ്ട്. അപ്പം അതിൻ്റെതായ രീതിയിലുള്ള ടേസ്റ്റാണിത്. തിളച്ചു തുടങ്ങി. ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് ഉപ്പ് 1.5 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി ഈ പുട്ടെല്ലാം കൂടിയൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഇളക്കണം. ഇനി ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ചെറിയ സ്പൂണാണ്. 1 സ്പൂൺ മുളക്, 1, 2, 2.5 സ്പൂൺ ഇട്ട്. ഈ കുഞ്ഞ് സ്പൂണിൽ 2 സ്പൂൺ ഇത് ഉലുവൊക്കെ കൊടുത്ത് നല്ല മണമുള്ളൊരു കായമാണിത്. കിങ്ങെന്ന് പറയും. ഞാനിപ്പോൾ മിക്കപ്പോഴും ഈ കായം തന്നെ ഉപയോഗിക്കുന്നത്. 1 സ്പൂൺ കായപ്പൊടി. ഇത് കുറച്ചിട്ടാൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് കൂടുതലായിട്ട് വേണ്ട ആവശ്യമില്ല. ഈ ശർക്കര പാനി അത്രയും ഈ നല്ല നൂൽപ്പരുവം നല്ല ഒരുവിധം കുറുക്കി നല്ലതായിട്ട് വരണം. ഒരു വലിയ രീതിയിൽ നൂൽപ്പരുവം ആവണ്ട. എന്നുവെച്ചാൽ നമുക്ക് ഇതിന് ഉപ്പും മധുരം എല്ലാം അതിന് പിടിക്കേണ്ടതാണ്. അപ്പം അതിന് വേണ്ടിയുള്ള കുറച്ച് ചാറിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ അച്ചാർ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലോട്ട് ഒരു പകുതി തണുത്തതിന് ശേഷം കുറച്ച് ചൂടുള്ളപ്പോഴത്തേക്ക് ഒരല്പം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കണം. ഇപ്പം തന്നെ ആ ശർക്കര എല്ലാം ഇതിൽ പിടിച്ചു കഴിഞ്ഞു. അച്ചാർ റെഡിയായി. ആവശ്യത്തിനുള്ള ഉപ്പും മധുരവും എല്ലാം ഉണ്ട്. കുറച്ചൊരു 2 സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നു. മതി. വിനാഗിരി കൂടി ഒഴിക്കുമ്പോൾ ഒരു മണവും ഗുണവും ഒരു ചെറിയൊരു പുളിരസവും എല്ലാം ഉണ്ടായിരിക്കും. ഇനി ഈ ഈർപ്പെല്ലാം ഇതിൽ പിടിച്ച് നല്ല ടേസ്റ്റേറിയ ഒരു ഗുണവും രുചിയും എല്ലാം ഉള്ള ഒരു അച്ചാറാണിത്. എനിക്ക് പാചകം ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ചെയ്താലും എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ഉത്സാഹവും സന്തോഷവും തോന്നില്ലേ. ഒരാൾ നമ്മുടെ വീഡിയോ കണ്ട് അതിൽ കിട്ടുന്ന അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരുടെയും കമൻസുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം കൂടിയാണ്. ഈ അച്ചാർ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്യണം. ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണം. ഇതിന് ഉടനെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അതുകൊണ്ട് അതുവരെ എല്ലാവരും ബൈ.